ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ CGL CHSL എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CHSL 2019 12 ഒക്ടോബർ 2020 ഷിഫ്റ്റ് 1 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First question, Ram sold a motorcycle for ₹70,000 at 25% profit. For what price should he sell a motorcycle to gain 30% profit? Okay, അപ്പോൾ നമ്മളിവിടെ കോസ്റ്റ് പ്രൈസ് 100% ആണെന്ന് നോക്കിയാൽ. ഓക്കെ, ആദ്യം റാം എത്ര പ്രോഫിറ്റിനാണ് സെല് ചെയ്തത്? 25% പ്രോഫിറ്റിനാണ് സെല് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആദ്യം 125%. ഓക്കെ, 125%-നാണ് സെല് ചെയ്തത്. അതെത്രയായിരുന്നു? 70,000. ഓക്കെ, 70,000-നാണ് സെല് ചെയ്തത്. ഓക്കെ, ചോദ്യം എന്താണ്? ഫോർ വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ എ മോട്ടോർ സൈക്കിൾ ടു ഗെയിൻ 30% പ്രോഫിറ്റ്? അതായത് 130% ആവണമെങ്കിൽ, ഓക്കെ, അതായത് 130% ആവണമെങ്കിൽ നോക്കിയേ, 125 ആണ് 70,000. സോ 70,000 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 130. ഓക്കെ, അപ്പോൾ 30% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 130% ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇനി ഇത് സോൾവ് ചെയ്ത് 25 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 5 വന്നു, ഇവിടെ എന്ത് വന്നു? 4 വന്നു. ഓക്കെ, ഇനി ഇവിടെ 5 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ എത്ര വന്നു? 226 വന്നു. അപ്പോൾ എന്തായി? 700 ഇൻറ്റു 4 2800 ഇൻറ്റു 26. ഓക്കെ, 7 ഇവിടെ നോക്കുക, 700 ഇൻറ്റു ഇത് 4 ആയി ഇൻറ്റു 26. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ അറിയാം 28 ഇൻറ്റു 26 ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ത് കിട്ടും? 8 ആണ് കിട്ടുന്നത്. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് 8 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 8 ഉള്ള ഡിജിറ്റ് നോക്കിയേ, 728 ആണ്. ഓക്കെ, അപ്പോൾ ഉത്തരം C ആണ്, ഓപ്ഷൻ C ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് നമ്മുടെ ഓപ്ഷൻ കണ്ടുപിടിക്കാം. ഇനി അഥവാ നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കിട്ടും, 72,800 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ദി ആവറേജ് ഏജ് ഓഫ് 25 men ഈസ് 28 years. 5 new men of an average age of 25 years joined them. Find the average age of all the men together. ഓക്കെ, അതായത് എന്താണ്? ആദ്യം ഒരു 25 മെന്നിൻ്റെ ആവറേജ് വന്നിട്ടുണ്ട് അല്ലേ, 25 മെന്നിൻ്റെ ആവറേജ് വന്നിട്ടുണ്ട്. എത്രയാണ്? 28. ഇനി പുതിയതായിട്ട് 5 പേര് വന്നു അല്ലേ, അവരുടെ ആവറേജ് എത്രയാണ്? 5 പേരുടെ ആവറേജ് തന്നിരിക്കുന്നത് 25 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ആവറേജ് ഏജ് ഓഫ് ഓൾ ദി മെൻ ടുഗദർ. ഓക്കെ, അപ്പോൾ മൊത്തം ഇവിടെ ശ്രദ്ധിക്കുക, മൊത്തം 30 പേരായി. ഓക്കെ, 5 പേര് വന്നപ്പോൾ എത്ര കുറഞ്ഞു? ആവറേജിൽ നിന്ന് 28-ൽ നിന്ന് 3 കുറഞ്ഞു അല്ലേ, 25 ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 28 മൈനസ് എത്രയാണ് ആവറേജ് കുറഞ്ഞത്? 3 ആണ് കുറഞ്ഞത് അല്ലേ. എത്ര പേരുണ്ടായിരുന്നു? ഇനി ഓരോരുത്തർക്കും 3 ആണ് അല്ലേ. 5 പേരിൽ നിന്ന് ഓരോരുത്തരുടെയും ആവറേജ് കുറഞ്ഞത് എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ 5 പേരുടെ എത്ര കുറഞ്ഞു? 3 ഇൻറ്റു 5 കുറഞ്ഞു അല്ലേ. ഇനി എത്ര പേരിൽ നിന്നാണ് കുറഞ്ഞത്? 30 പേര്. ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 30 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 28 മൈനസ് എന്ത് കിട്ടി? ഇത് 0.5 എന്ന് കിട്ടും. ഓക്കെ, 28 മൈനസ് 0.5 എന്ന് പറയുന്നത് 27.5 ആണ്. മനസ്സിലായല്ലോ? ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം 25 പേരുടെ ആവറേജ് വന്നു 28, പിന്നീട് 5 പേരുടെ ആവറേജും കൂടി വന്നു അല്ലേ, 5 പേരും കൂടി ആ ഗ്രൂപ്പിൽ വന്നു, അവരുടെ ആവറേജ് 25 ആണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും ആവറേജ് തന്നിരിക്കുന്ന 28 ആവറേജിൽ നിന്ന് 3 കുറവാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കി, അപ്പോൾ 30 പേരുടെ ആവറേജ് എങ്ങനെയായിരിക്കും വരിക? 28-ൽ നിന്ന് മൈനസ് എത്ര കുറഞ്ഞു? 28-ൽ നിന്ന് ഓരോരുത്തരുടെയും ആവറേജ്, ഇവിടെ 5 പേരുടെ ഓരോരുത്തരുടെയും ആവറേജ് 3 കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 5 പേരുടെ കുറയുമ്പോൾ 15 ആയി, ഡിവൈഡഡ് ബൈ അതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ 30. അപ്പോൾ 15 ബൈ 30 0.5. അപ്പോൾ 28 മൈനസ് 0.5 ആണ് 27.5. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. റിച്ച ട്രാവൽസ് ഫ്രം A to B at the speed of 15 km/h, from B to C at 20 km/h, and from C to D at 30 km/h. Okay, if AB is equal to BC equal to CD, then find the Richa's average speed. Okay അല്ലേ? അപ്പോൾ നോക്കി, A to Bയിലേക്ക് പോയി,
ഓക്കെ, അവിടെ സ്പീഡ് എത്ര? 15 km/h. ഓക്കെ, ഇനി ബി ടു സിയിലേക്ക് പോയി, അവിടെ ആവറേജ് സ്പീഡ് എത്ര? 20 km/h. ഇനി സി ടു എയിലേക്ക് പോയി, സി ടു ഡിയിലേക്ക് പോയി, അവിടെ ആവറേജ് സ്പീഡ് എത്ര? 30 km/h. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് എ ബി ഈക്വൾ ടു ബി സി ഈക്വൾ ടു സി ഡി എന്നാണ്. അതായത് ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇവിടെ 15, 20, 30 ആയതുകൊണ്ട് സ്പീഡ് അത്ര ആയതുകൊണ്ട് നമുക്ക് എൽ സി എം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ 60 km എടുക്കാം, ഇവിടെ 60 km എടുക്കാം, ഇവിടെ 60 km എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ടൈം എത്രയായി? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആൻഡ് ടൈം ഇവിടെ 4, ഇവിടെ ടൈം എത്രയായി? 3, ഇവിടെ ടൈം എത്രയായി? 60/32. ഓക്കെ അല്ലേ? അപ്പോൾ ടോട്ടൽ ടൈം ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 4 + 3 7 + 2 9. ഓക്കെ അല്ലേ? ടോട്ടൽ ടൈം ടി എന്ന് പറഞ്ഞാൽ 9 hours ആയി. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 60 + 60 + 60 180. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 180 ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 9. 180 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ അല്ലേ? 20 km/h ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. M is the circumcenter of triangle ABC with circumradius 15 cm. Let BC is equal to 24 cm and ML is perpendicular to BC. Then the length of ML is equal to. ഓക്കെ, അപ്പോൾ എം സർക്കംസെൻറ്റർ ആണ് അല്ലേ? ട്രയാങ്കിൾ എ ബി സിയുടെ സർക്കംസെൻറ്റർ ആണ്. എന്ന് വെച്ചാൽ എങ്ങനെ വരും? ഇവിടെ ഒരു ട്രയാങ്കിൾ വരും, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരും. അപ്പോൾ ഒരു ട്രയാങ്കിൾ എ ബി സി വരും, അതിൻ്റെ മേലെ ഒരു സർക്കിൾ വരും, അതാണ് സർക്കം സർക്കിൾ. ഓക്കെ, സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി എം സർക്കം സെൻറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? എം സർക്കം സെൻറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി സർക്കം റേഡിയസ് 15 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും റേഡിയസ് എന്ന് പറയുന്നത് സർക്കം റേഡിയസ് എത്രയാണ്? 15 ആണ്. ഓക്കെ, സർക്കം റേഡിയസ് 15 ആണ്. ഇനി എന്താണ്? എം എൽ ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി. എം എൽ ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി. ഇവിടെ ഒരു എൽ വരും, ഇത് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു സർക്കിള്, ഇപ്പോൾ ഒരു കോഡ് ഈ ഫിഗർ കൺസിഡർ ചെയ്യുക. ഈ ബി സി എന്ന് പറഞ്ഞൊരു കോഡാണെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇത് ബൈസെക്റ്റ് ചെയ്യും, ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ലെങ്ത്ത് 24 ആണ്. അപ്പോൾ ബി സിയുടെ ലെങ്ത്ത് 24 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 12 വരും. അതായത് ഇത് ഡി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ബി ഡി എത്ര വരും? 12 വരും. ഡി സി എത്ര വരും? 12 വരും. ഓക്കെ, ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കുക, എം എൽ പെർപെൻഡിക്കുലർ ടു ബി സി നമ്മൾ വരച്ചു. ഇനി ബി സിയുടെ ലെങ്ത്ത് 24 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 24 ഇവിടെ 12 ആയിരിക്കും, ഇവിടെ 12 ആയിരിക്കും. ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യും. നോക്കിയേ, ഇതൊരു ബി എം എൽ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഫോം ചെയ്തു. ആ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം അനുസരിച്ച് എം എൽ എന്ന് പറഞ്ഞ സൈഡ് എന്ത് വരും? 9 വരും. ഓക്കെ അല്ലേ? നോക്കിയാൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. എം എൽ എത്ര കിട്ടും? 9. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം എ, ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻ ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ് നമുക്ക് വരച്ചു പോവാം. ഇൻ ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ്, എൽ ആൻഡ് എം ആർ ദ middle points of the side xy. L and M are the middle points of the side xy and xz respectively. Okay, അപ്പോൾ മിഡിൽ പോയിന്റിൽ നിന്ന് നമ്മൾ എല്ലാം വരച്ചു കഴിഞ്ഞാൽ എല്ലാം പാരലൽ ടു വൈ സെഡ് ആയിരിക്കും. ഓക്കെ, ഇനി ആർ ഇസ് എ പോയിന്റ് ഓൺ ദി സെഗ്മെന്റ് എല്ലാം such that LR is to RM is equal to 1:2. ഓക്കെ, ആറ് എൽ എമ്മിലെ ഒരു പോയിന്റ് ആണ്. ഇനി എൽ ആർ എത്രയാണ്? 1. ആർ എം എത്രയാണ്? 2. ഓക്കെ, ഇഫ് എൽ ആർ ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എൽ ആർ ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആർ എം എത്രയായിരിക്കും? ആർ എം, അപ്പോൾ നോക്കിയാൽ 1ൻ്റെ സ്ഥാനത്താണ് ഇവിടെ 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2ൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൽ എം എന്തായിരിക്കും? എൽ എം എന്ന് പറഞ്ഞാൽ എൽ ആർ പ്ലസ് ആർ എം ആണ്. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും? 9 ആയിരിക്കും. എൽ എം 9 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി എൽ എം പാരലൽ ടു വൈ സെഡ് ആണെങ്കിൽ, ഇഫ് എൽ എം ഈസ് പാരലൽ ടു വൈ സെഡ്, അങ്ങനെയാണെങ്കിൽ എൽ എം ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ വൈ സെഡ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അല്ലെങ്കിൽ അതായത് എൽ എമ്മിൻ്റെ ഇരട്ടി ആയിരിക്കും വൈ സെഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിഡിൽ പോയിൻറ്റ്സ് ആണ് എല്ലും എമ്മും. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ വൈ സെഡിനോട് പാരലായിരിക്കും. അപ്പോൾ എന്താ കിട്ടി? അപ്പോൾ എൽ എം 9 ആണ്. അങ്ങനെയാണെങ്കിൽ വൈ സെഡ് എത്ര ആയിരിക്കും? 18 ആയിരിക്കും. ഓക്കെ, കറക്റ്റ് ആൻസർ 18. ഓക്കെ അല്ലേ?
അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 18 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ദ ഡയഗണൽ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, അതിന് ഡയഗണൽ തന്നിട്ടുണ്ട് 15. ഇനി ആൻഡ് ദ ലെങ്ത് ഈസ് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ലെങ്ത് തന്നിട്ടുണ്ട് 12. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. നോക്കിയേ, റെക്റ്റാങ്കിൾ ഈ സൈഡ് 90 ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12, 15 പൈതഗോറസ് തിയറം അനുസരിച്ച് ഇവിടെ എത്ര വരും? 9 വരും. ഓക്കെ, 12, 15, 9. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ആണ്. ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്താ? എ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. 12 × 9 108 സെൻറ്റിമീറ്റർ. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇഫ് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 2, 1/a പ്ലസ് 1/b പ്ലസ് 1/c ഈക്വൽ ടു 0. പിന്നെ എ സി ഈസ് ഈക്വൽ ടു 4/b. ഓക്കെ, എ സി ഈസ് ഈക്വൽ ടു 4/b ആൻഡ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈസ് ഈക്വൽ ടു 28. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ മായ്ക്കുകയാണ്. ഒരു ഫോർമുല ഉണ്ട്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ. ഓക്കെ, അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈസ് മൈനസ് 3abc ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ. അപ്പോൾ ഈ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നോക്കിയേ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് നമുക്കറിയാം 28 മൈനസ് 3abc. എ ബി സി നമുക്കറിയില്ല, പക്ഷേ ഇവിടെ ബി ഈ എ സി ഇവിടെ നോക്കി, എ സി ഈസ് ഈക്വൽ ടു 4/b എന്ന് തന്നിട്ടുണ്ട്. സോ ഈ ബി ഇങ്ങോട്ട് പോയാൽ എ ബി സി ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ എ ബി സി എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 3abc എന്തായി? 4 ആയി. സോ 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി നമുക്കറിയാം എന്താണ്? 2 ആണ്. ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ നമുക്കറിയില്ല. മൈനസ് ഇവിടെ ശ്രദ്ധിക്കുക, മൈനസ് കോമൺ എടുത്താൽ എ ബി പ്ലസ് ബി സി പ്ലസ് സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1/a പ്ലസ് 1/b പ്ലസ് 1/c ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ത്രൂ ഔട്ട് എ ബി സി മൾട്ടിപ്ലൈ ചെയ്താൽ, എ ബി സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക, എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടി? ഇവിടെ 0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് വരും? 28 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 16 ആണ്. ആ 2 ഇങ്ങോട്ട് പോയി, ഇവിടെ 16, ഈ 2 ഇങ്ങോട്ട് വന്നു ബൈ 2. ഇവിടെ എന്താ ഉള്ളത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി? 16/2 എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ ഉത്തരം 8. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടാണ്. അതായത് ഇപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. ഇത് വേറൊരു ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എന്ന് പറഞ്ഞാൽ 0 ആണ്. നമ്മൾ നേരത്തെ ചെയ്തു, അപ്പോൾ അത് ക്യാൻസലായി പോവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന് 4 കിട്ടും. പക്ഷേ അത് ഓപ്ഷനിലില്ല. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ റേസ് ചെയ്യാം, അല്ലെങ്കിൽ 2 ഉത്തരവുണ്ടെന്ന് പറഞ്ഞ് റേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ മെത്തേഡ് വെച്ചിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ആൻസറായിട്ട് ഓപ്ഷനിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതായത് അവിടെ 8 കിട്ടി, ഇവിടെ കിട്ടുന്ന 4 ആണ്. 4 ഇവിടെ ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
rupees 6,300 is divided between x, y, z such that x is to y is equal to 7 is to 5 and y is to z is equal to 4 is to 3. Okay, find the share of y. Okay, അപ്പോൾ x is to y എത്ര കിട്ടി? x is to y എന്ന് പറഞ്ഞാൽ 7 is to 5 ആണ്. y is to z എന്ന് പറഞ്ഞാൽ 4 is to 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് x is to y is to z എന്ത് കിട്ടും? ഓക്കെ, ഇവിടെ y സെയിം ആക്കാൻ നോക്കുക. 5ഉം 4ഉം എൽസിയം 20 ആണ്. അപ്പോൾ ഇവിടെ 4 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 28 is to 20 is to, ഇനി ഇവിടെ എന്ത് ചെയ്യുക? 5 മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 5 × 4 20 ആണ്. സോ 20 ഇവിടെ 5 മൾട്ടിപ്ലൈ ചെയ്താൽ 20 15. അപ്പോൾ എന്ത് കിട്ടി? x is to y is to z എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 28 is to 20 is to 15 എന്നാണ്. ഇനി ടോട്ടൽ എത്ര? x പ്ലസ് വൈ പ്ലസ് ഇസഡ് ടോട്ടൽ ചെയ്യുക. ഇത് നിങ്ങൾക്ക് എത്ര കിട്ടും? 28 + 20 48 + 15 63 കിട്ടും. ആ 63 ആണ് എന്ത്? ടോട്ടൽ എമൗണ്ട് 6,300. ഓക്കെ, അപ്പോൾ 63 ആണ് 6,300. 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 100 ആണ്. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ 100 ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഷെയർ ഓഫ് വൈ ആണ്. ഷെയർ ഓഫ് വൈ, വൈയുടെ ഷെയർ 20 ആണ്. സോ 1 എന്ന് പറഞ്ഞാൽ 100, 20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2000. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം 2000 ആണ്. ഓപ്ഷൻ എ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 15 men can complete a task in 10 days. അപ്പോൾ 15 × 10 is equal to how many days can 20 men complete the same task? ഓക്കെ, അപ്പോൾ 20 × days. ഓക്കെ, ഇത് m1d1 is equal to m2d2 എന്ന് പറഞ്ഞ ഫോർമുലയാണ്. ഓക്കെ, m men ആണ്, d days ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ക്യാൻസലായി 15/2 എന്ന് പറഞ്ഞാൽ 7.5 ആണ്. d is equal to 7.5. ഓക്കെ, അപ്പോൾ ഉത്തരം 7.5. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇൻ ദ ഗിവൺ ഫിഗർ കോഡ് PQ. ഓക്കെ, ഇൻ ദ ഗിവൺ ഫിഗർ കോഡ് PQ എന്ന് പറഞ്ഞ കോഡ് PQ ആൻഡ് RS ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ അറ്റ് പോയിന്റ് L. ഓക്കെ, അപ്പോൾ ഒരു കോഡ് PQ, മറ്റേ കോഡ് എന്താണ്? RS. ഇവർ രണ്ടുപേരും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു അറ്റ് എ പോയിന്റ് L. ഓക്കെ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് RL എന്നാണ് ചോദ്യം. ഇവിടെ PL തന്നിട്ടുണ്ട് 9. ഓക്കെ, LQ തന്നിട്ടുണ്ട് 4. ഇനി LS തന്നിട്ടുണ്ട് 6. ഓക്കെ, RL ആണ് ചോദിച്ചിരിക്കുന്നത്, RL. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഫോർമുല ഉണ്ട്. ഈ രണ്ട് കോഡ് ബൈസെക്റ്റ് ആണെങ്കിൽ, ഒരു സർക്കിളിനകത്ത് രണ്ട് കോഡ് ബൈസെക്റ്റ് ആണെങ്കിൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PL × LQ ഈസ് ഈക്വൽ ടു, അതായത് PL × LQ ഈസ് ഈക്വൽ ടു RL × LS. ഓക്കെ, RL × LS അപ്ലൈ ചെയ്യാം. PL × LQ ഈസ് ഈക്വൽ ടു RL × LS. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? PL എന്ന് പറഞ്ഞാൽ എന്താണ്? 9. 9 × 6 ഈസ് ഈക്വൽ ടു 9 × LQ എന്ന് പറഞ്ഞാൽ 4 ആണ്, ഈസ് ഈക്വൽ ടു LS എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 × RL നമുക്കറിയില്ല, RL. ഓക്കെ, അപ്പോൾ 9 × 4 36 ആണ്. 36/6 6 ആണ്. അപ്പോൾ RL എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 6 കിട്ടി. ഓക്കെ, അപ്പോൾ ഉത്തരം 6 ആണ്, ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കവിതാസ് അറ്റൻഡൻസ് ഇൻ ഹർ സ്കൂൾ for the academic session 2018-19 was 216 days. On computing her attendance, it was observed that her attendance was 90%. The total working days of the school were. Okay, അപ്പോൾ നോക്കിയേ, ഇവിടെ 90% ആണ് തന്നിരിക്കുന്നത്, 216. ഓക്കെ, അതായത് കവിതയുടെ അറ്റൻഡൻസ് ആണ് എന്ത്? 216. പക്ഷേ നോക്കിയപ്പോൾ എന്താണ്? അറ്റൻഡൻസ് 90%. അപ്പോൾ ഈ 90% 216. ചോദിച്ചിരിക്കുന്നത് വർക്കിംഗ് ഡേയ്സ് ആണ്, അതായത് 100% ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? 216 ഡിവൈഡഡ് ബൈ 90 × 100 ചെയ്ത് നോക്കുക. ഇവിടെ ക്യാൻസൽ ചെയ്തു. ഇത് എത്ര കിട്ടി? 216 ഡിവൈഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 24 ആണ്. 24 × 10 എന്ന് പറഞ്ഞാൽ 240 ആണ്. ഓക്കെ, അപ്പോൾ ഉത്തരം 240 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11? ഓക്കെ, അപ്പോൾ 11 വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കും? നമ്പർ എഴുതുക, 809781. ഓക്കെ, ഇതാണ് നമ്പർ. എങ്ങനെയാണ്, എന്താണ് 11 വെച്ചിട്ട് ഡിവൈഡ് ആവോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഡിജിറ്റ്സ്, ഓഡ് പൊസിഷനിൽ വരുന്ന ഡിജിറ്റ്സ് സം ചെയ്യുക, ഈവൻ പൊസിഷനിൽ വരുന്ന ഡിജിറ്റ്സ് സം ചെയ്യുക,
എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിളോ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ഡിവിസിബിൾ ബൈ 11 ആണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഓഡ് പൊസിഷൻസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കാം. 8 + 9 17 + 8 25 മൈനസ് ഇനി ഈവൻ നോക്കിയേ 0 + 7 7 7 + 1 8. ഓക്കെ, അപ്പോൾ 25 - 8 എന്ന് പറഞ്ഞാൽ 17. ഇത് പറ്റില്ല. ഓക്കെ, 8 + 9 17 17 + 8 എന്ന് പറഞ്ഞാൽ 25. ഈവൻ പൊസിഷൻ 0 + 7 7 7 + 1 8 25 - 8 17. ഓക്കെ, അപ്പോൾ ഇത് പറ്റില്ല. ഇനി അടുത്ത നോക്കാം. അടുത്ത ഓപ്ഷൻ നോക്കാം. 9 6 3 3 9 1. ഓക്കെ, അപ്പോൾ 9 + 3 12 12 + 9 21 6 + 3 9 9 + 1 10 21 - 10 എന്ന് പറഞ്ഞാൽ 11 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡിഫറൻസ് ഒന്നില്ലെങ്കിൽ 0 വരിക അല്ലെങ്കിൽ 11 വരിക. ഓക്കെ, അപ്പോൾ 11 വന്നു. അപ്പോൾ എന്താണ് ഇത്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി ഫോളോയിങ്? ഓക്കെ, അപ്പോൾ ബോഡ് മാസ് പ്രിൻസിപ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. -15 + 90 ഡിവൈഡഡ് ബൈ 89 മൈനസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ബ്രാക്കറ്റിലുള്ള ആദ്യം സോൾവ് ചെയ്യാം. ഓക്കെ, 3 × 7 21 ആണ്. 33 - 21 എന്ന് പറഞ്ഞാൽ 12 ആണ്. 9 × 8 72 ആണ്. 72 + 12 84. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? -15 + 90. ഓക്കെ, ഇനി 89 - 84 എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് എന്താ × 1/5 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എന്ത് കിട്ടും? 90/5 എന്ന് പറഞ്ഞാൽ 18 ആണ്. -15 + 18 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, സോ ദി ആൻസർ ഈസ് 3, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇഫ് cos x - y ഈക്വൽസ് √3/2 sin x + y ഈക്വൽസ് എന്ത് കിട്ടി? 1/2. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. നമുക്കറിയാം cos √3/2 എന്ന് പറഞ്ഞാൽ cos 30 ആണ്. sin 1/2 എന്ന് പറഞ്ഞാൽ sin 30 ആണ്. ഓക്കെ, അതിനർത്ഥം എന്താ? അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കിയേ, x - y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 30 കിട്ടി. x + y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? അതും 30 കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? x = 30, y = 0. ഓക്കെ, അപ്പോൾ ഉത്തരം 30. x = 30, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇഫ് cot A = k then sin A = ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് cot A = k എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇവിടെ എ ഇത് അക്യൂട്ട് ആംഗിൾ ആണെന്ന് വിചാരിക്കാം. ഇനി കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ k ആണ്, ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? √k² + 1 എന്ന് കിട്ടും. ഓക്കെ, പൈതഗോറസ് തിയറം. ഇനി ചോദിച്ചിരിക്കുന്നത് sin A ആണ്. sin A എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ sin A എന്ന് പറഞ്ഞാൽ 1/√k² + 1 ആണ് sin A. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇഫ് cos θ + sin θ if cos θ + sin θ divided by cos θ minus sin θ is equal to 8, find cot θ. ഓക്കെ, ചോദ്യം cos θ + sin θ divided by cos θ minus sin θ is equal to 8. അങ്ങനെയാണെങ്കിൽ cot θ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് കമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കുക. കമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ അത് പറയുന്നത് ഇവിടെ ഇഫ് a + b ഡിവൈഡഡ് ബൈ a - b എന്ന് പറയുന്നത് c/d ആണെങ്കിൽ, ഓക്കെ, ഇഫ് a + b ഡിവൈഡഡ് ബൈ a - b എന്ന് പറയുന്നത് c/d ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇത് ആഡ് ചെയ്യാം. മുകളിൽ ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്ററിൽ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? a/b എന്ന് പറയുന്നത് എന്താണ്? c + d ഡിവൈഡഡ് ബൈ c - d ആണ്. ഇതാണ് കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ. ഓക്കെ അല്ലേ? a + b ഇഫ് a + b ഡിവൈഡഡ് ബൈ a - b is equal to c/d, then a/b is equal to c + d ഡിവൈഡഡ് ബൈ c - d. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ന്യൂമറേറ്ററിൽ ആഡ് ചെയ്തു, ഡിനോമിനേറ്ററിൽ സബ്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ
ഈ ചോദ്യം നോക്കുക, ഈ ചോദ്യത്തിനനുസരിച്ചാണെങ്കിൽ ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ് കോസ് തീറ്റ, ബിയുടെ സ്ഥാനത്ത് എന്താണ് സൈൻ തീറ്റ. ഓക്കെ, സിയുടെ സ്ഥാനത്ത് എന്താണ് 8, ഡിയുടെ സ്ഥാനത്ത് ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, സോ 8/1 എന്ന് എഴുതാം. ഡിയുടെ സ്ഥാനത്ത് എന്താണ് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി പോവാം. അപ്പോൾ എന്ത് കിട്ടി? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 8/1. അപ്പോൾ എന്ത് കിട്ടി? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ, എ ബൈ ബി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി ഡിവൈഡ് ബൈ സി മൈനസ് ഡി. ഇത് തമ്മിൽ പ്ലസ് ചെയ്ത് എന്ത് കിട്ടും? 9, മൈനസ് ചെയ്ത് എന്ത് കിട്ടും? 7. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോട്ട് തീറ്റ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് കിട്ടി. കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 9/7. ഓക്കെ അല്ലേ, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ലിസ്റ്റ് പ്രൈസ് ഓഫ് എ ബൈക്ക് ഇസ് 15% മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് മാർക്ക് ചെയ്യുക 100. എന്ത് കിട്ടി? മാർക്ക് പ്രൈസ്. ലിസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്ക് പ്രൈസ് ആണ്. എന്ത്? 115 വരും അല്ലേ. 15% മോർ ദാൻ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 115 വരും. ഇനി ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 20%. ഓക്കെ, 20% ഡിസ്കൗണ്ടിൽ അതെന്ത് ചെയ്തു? സെല് ചെയ്തു അല്ലേ. 20% ഡിസ്കൗണ്ടിൽ സെല് ചെയ്തു. അപ്പോൾ 115ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 115 ഡിവൈഡഡ് ബൈ 5 ആണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. എത്ര കിട്ടി? 23 കിട്ടി. അതായത് -23 കുറഞ്ഞു. അപ്പോൾ എത്ര കിട്ടി? -23 കുറഞ്ഞാൽ എത്ര? 92-നാണ് നമ്മൾ സെല് ചെയ്തത്. ഓക്കെ, അപ്പോൾ അയാൾ 92-ലാണ് സെല് ചെയ്തത്. ഇനി ഫൈൻഡ് ദ ഡീലേഴ്സ് ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. CP 100 ആണ്, SP 92 ആണ്. എന്താണ്? ലോസ് അല്ലേ. ഡയറക്റ്റ് എത്രയാണ്? 8% ലോസ് ആണ് അല്ലേ. 8% ലോസ്. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് x minus 2y is equal to 3, if x minus 2y is equal to 3, xy is equal to 5, find the value of x square minus 4y square. ഓക്കെ, അപ്പോൾ x square minus 4y square ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് എക്സിന് 5 ഇട്ട് കൊടുക്കാം, വൈക്ക് 1 ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? 5 - 2 = 3 എന്ന് കിട്ടി. ഇവിടെ 5 × 1 5 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 5. അപ്പോൾ ഇവിടെ നോക്കിയാൽ എക്സ് സ്ക്വയർ എന്തായി? 25 മൈനസ് 4 × y സ്ക്വയർ എന്താ? 1 ആണ്. 4y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 25 - 4 എന്ന് പറഞ്ഞാൽ എന്തായി? 21. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ. ഓക്കെ, ഉത്തരം 21 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻ ഹൗ മെനി ഇയേഴ്സ് ഷാൽ ₹3,500 ഇൻവെസ്റ്റഡ് അറ്റ് ദി റേറ്റ് ഓഫ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എമൗണ്ട് ടു ₹4,500. ഓക്കെ, അപ്പോൾ ഇവിടെ എമൗണ്ട് തന്നിട്ടുണ്ട് 4,500. ഇനി പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട് എത്രയാണ്? 3,500. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ ആണ് 1000. റേറ്റ് തന്നിട്ടുണ്ട് അല്ലേ, 10%. കണ്ടുപിടിക്കേണ്ട ടൈമാണ്. അപ്പോൾ ഫോർമുല എന്താ? I = PRT/100. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I എന്താണ്? 1000, P എന്താണ്? 3500 ഇൻറ്റു R എത്രയാണ്? 10 ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ 2 0 ക്യാൻസൽ ചെയ്തു. എന്ത് കിട്ടി? ഇവിടെ ഒരു 0 ക്യാൻസൽ ചെയ്തു. അപ്പോൾ T എന്ത് കിട്ടി? 100/35. ഓക്കെ, T എന്ന് പറയുന്നത് 100/35 ആണ്. എന്ത് കിട്ടി? 5 വെച്ച് കട്ട് ചെയ്താൽ 20 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ എന്ത് കിട്ടും? 2/6/7. ഓക്കെ, അപ്പോൾ 2/6/7 ഇയേഴ്സ് എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The least value of 8 cosec square theta plus 25 sin square theta. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫോർമുല ഉണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇഫ് എ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി കൊസീക് സ്ക്വയർ തീറ്റ എന്ന ഫോർമുല ആണെങ്കിൽ ഇതിൻ്റെ മിനിമം വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി കൊസിക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 2√AB ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, 2√AB ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2√AB ആണ്. അപ്പോൾ ഇവിടെ എ എന്താണ്? 25ഉം ബി എന്താണ്? 8ഉം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്ത് കിട്ടി? 2√AB 2 × √25 × 8 എന്ന് പറഞ്ഞാൽ എന്താ? 2√200 ആണ്. എന്ത് കിട്ടി? 2√200 എന്ന് പറഞ്ഞാൽ 100 × 2
100 പുറത്തെടുത്താൽ 10 വരും, 20√2. ഓക്കെ, അപ്പോൾ 20√2 ആണ് ഉത്തരം. ഓക്കെ, ആൻസർ 20√2. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗ്രാഫ് ക്ലിയർ ആയിരിക്കില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, the following graph given the annual percentage profit earned by a company during the period 1996 to 2001. Study the graph carefully and answer the questions that follows. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് പ്രോഫിറ്റിൻ്റെ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻകം, ഞാനിങ്ങനെ എഴുതാണ്, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. ഓക്കെ, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. ഇനി ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കുക. ഇത് എന്താ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. ഈ വാല്യൂ 45 ആണ്, ഈ വാല്യൂ 55 ആണ്, ഈ വാല്യൂ 50 ആണ്, ഈ വാല്യൂ 65 ആണ്, ഈ വാല്യൂ 75 ആണ്, ഈ വാല്യൂ 65 ആണ്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ദ പീരിയഡ് ഇൻ വിച്ച് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഹാസ് ഇൻക്രീസ് ഫാസ്റ്റർ. ഓക്കെ, ഏത് കാലയളവിലാണ് പ്രോഫിറ്റ് വളരെയധികമായി കൂടിയിട്ടുള്ളത്? നോക്കി, ഓപ്ഷൻ എ 1998 to 1999. ഓക്കെ, ഇതാണ് 1998 to 1999, അതായത് 50-ൽ നിന്നും 65-ലേക്ക് പോയി അല്ലേ, 50-ൽ നിന്നും 65-ലേക്ക് പോയി. ഓക്കെ, 50-ൽ നിന്നും 65-ലേക്ക് പോയി, 1998 to 1999. അപ്പോൾ എത്ര ഇൻക്രീസ് ആയി? 15 ഇൻക്രീസ് ആയി അല്ലേ, 15 ഇൻക്രീസ് ആയി. എത്രയെന്ന്? 50-ൽ നിന്ന് ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി? 30%. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയിൽ 30% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, 30%. ഇനി 2000 to 2001. ഓക്കെ, 2000 to 2001 നോക്കാം. ടു 2001 ഇവിടെയാണ് വരുന്നത്. എത്ര? 75-ൽ നിന്നും 65-ലേക്ക്, താഴേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റി. 1996 to 1997, 45-ൽ നിന്ന് 55-ലേക്ക് അല്ലേ, 1996 to 1997, 45-ൽ നിന്നും 55-ലേക്ക് എത്ര കൂടി? 10 കൂടി, ഡിവൈഡഡ് ബൈ 45 ഇൻറ്റു 100. ഓക്കെ, 5 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 2, ഇവിടെ 9, 200/9. ഓക്കെ, 200/9 എന്തായാലും 30% താഴെ ആയിരിക്കും. ഓക്കെ, 30% താഴെ ആയിരിക്കും. ഇനി അടുത്ത് നോക്കിയേ, 1997 to 1998. ഇതാണ് 1997 to 1998, 50-ൽ നിന്ന് 55-ലേക്ക് താഴോട്ടാണ്. അപ്പോൾ ഇത് പോയി. അപ്പോൾ നോക്കിയേ, 30% വലുത്. സോ 1998 to 1999 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. സെയിം ഗ്രാഫാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദി കമ്പനി, ചോദ്യം, ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദി കമ്പനി ഡ്യൂറിങ് ദ ഇയർ 1996 വാസ് 30 crores. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുലയൊക്കെ എഴുതാം ഒന്നും കൂടി. പെർസെൻറ്റേജ് പി ഈസ് ഈക്വൽ ടു I മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു 100 എന്നാണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 45 ആണ്, 55, 50, 65, 75, 65. ചോദ്യം, ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദി കമ്പനി ഡ്യൂറിങ് ദി ഇയർ 1996 അല്ലേ. എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. എത്രയാണ്? 30 crore ആണ് തന്നിട്ടുള്ളത് അല്ലേ, എക്സ്പെൻഡിച്ചർ 30. ഇനി 1996-ലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 1996-ലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 45 ആണ്. ഓക്കെ, 45 ആണ്, 45% ആണ്. ചോദ്യം, ദ ഇൻകം ഓഫ് ദി കമ്പനി ഇൻ ദാറ്റ് ഇയർ വാസ്. ഓക്കെ, ചോദ്യം എന്താണ്? ഇൻകം ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പെർസെൻറ്റേജ് ബി 45 ആണ്. 45 ഈസ് ഈക്വൽ ടു ഐ എത്രയാണ് നമുക്കറിയില്ല, ഐ മൈനസ് 30 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100. ഓക്കെ, 0 ഇവിടെ കട്ടായി. 45 ഇൻറ്റു 3 135 ആണ്. ഈ 10 അടിയിൽ വരുമ്പോൾ എന്തായി? 13.5. ഓക്കെ, 13.5 ഈസ് ഈക്വൽ ടു ഐ മൈനസ് 30. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? 30 ഇവിടെ പ്ലസ് ആയിട്ട് വരും, 43.5. ഓക്കെ, അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? 43.5. ഓപ്ഷൻ ഡി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, സെയിം ഗ്രാഫാണ്. ചോദ്യം, ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനി ഈസ് മാക്സിമം ഇൻ ദ ഇയർ. ഏത് വർഷമാണ് മാക്സിമം പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 45, 55, 50, 65, 75, 65. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. 75 ആണ് മാക്സിമം പ്രോഫിറ്റ്. സോ ദി ആൻസർ ഈസ് 2000 അല്ലേ, ഇയർ 2000. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. The given graph shows the pass percentage of students taught by 6 teachers of a school in the senior secondary board exam. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്.
ഇവിടെ പെർഫോമൻസ് ഓഫ് ദി സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് 98 ആണ്, ഇവിടെ 100 ആണ്, ഇനി ഇവിടെ 85 ആണ്, ഇവിടെ 92 ആണ്, ഇവിടെ 85 ആണ് കേട്ടോ. ഇനി ഇവിടെ 78 ആണ്, ഇവിടെ 87 ആണ്, ഇനി ഇവിടെ 97 ആണ്, ഇവിടെ 88 ആണ്, ഇനി ഇതോ 85 ആണ്, 97 ആണ്, അടുത്ത് 89ഉം അടുത്തത് 87ഉം. ഓക്കെ, അപ്പോൾ ഈ ആഷ് കളറിൽ തന്നിരിക്കുന്നത്, ഈ ലൈറ്റ് ബ്രൗൺ കളറിൽ തന്നിരിക്കുന്നത് 2017 ആണ്. കോഫി ബ്രൗൺ, ഈ ഡാർക്ക് ബ്രൗണിൽ തന്നിരിക്കുന്നത് ഇയർ 2018 ആണ്. മനസ്സിലാക്കാം. ഇനി ഇവിടെ നോക്കിയാൽ ഇത് മിസ്സസ് തനേജ, മിസ്റ്റർ ജോഷി, മിസ്റ്റർ സക്സേന, മിസ്സസ് ഗുലാട്ടി, ഡോക്ടർ കൽറ, മിസ് മധു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ, സ്റ്റുഡൻസ് ഇവരൊക്കെയാണ്. മിസ്സസ് തനേജ, ഇവിടെ എഴുതി പോവാം, തനേജ, ജോഷി, അടുത്ത ആളാരാ, സക്സേന, ഇനി ഗുലാട്ടി, മിസ്സസ് ഗുലാട്ടി, അടുത്ത ആൾ ഡോക്ടർ കൽറ, ഇനി മിസ്സസ് മാധു, അടുത്ത ആൾ മാധു. ഓക്കെ, ഇത് പറഞ്ഞ തെറ്റിപ്പോൾ, ഇത് ടീച്ചേഴ്സ് അല്ല, ഇത് അവരുടെ സ്റ്റുഡൻസ് ആണ്. ചോദ്യം, ഐഡൻറ്റിഫൈ ദ ടീച്ചർ ഹൂസ് സ്റ്റുഡൻസ് ഹാവ് ഷോൺ ദ മാക്സിമം ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് ടീച്ചേഴ്സാണ്, ഈ നമ്പേഴ്സ് അവരുടെ കീഴിലുള്ള എന്താണ്, സ്റ്റുഡൻസ് ആണ്. മനസ്സിലായല്ലോ. ചോദ്യം എന്താണ്, ഐഡൻറ്റിഫൈ ദ ടീച്ചർ ഹൂസ് സ്റ്റുഡൻസ് ഹാവ് ഷോൺ ദ മാക്സിമം ഇംപ്രൂവ്മെൻറ്റ്. ഓപ്ഷൻ എ നോക്കാം, തനേജ. തനേജ നോക്കിയേ, 98-ൽ നിന്നും 100-ലേക്ക് അല്ലേ, 98-ൽ നിന്നും 100-ലേക്ക്. ഇനി ഓപ്ഷൻ ബി നോക്കാം, മിസ്റ്റർ ജോഷി, എത്രയാണ്, 85-ൽ നിന്നും 92-ലേക്ക്. ഓക്കെ, ഓപ്ഷൻ സി നോക്കാം, ഡോക്ടർ കൽറ. ഡോക്ടർ കൽറ എത്ര, 85-ൽ നിന്നും 97-ലേക്ക്. ഇനി അടുത്ത മിസ്റ്റർ സക്സേന. സക്സേന നോക്കുക, 78-ൽ നിന്നും 87-ലേക്ക്. ഓക്കെ, 78-ൽ നിന്നും 87-ലേക്ക്. ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ നോക്കാം, 98-ൽ നിന്നും 100-ലേക്ക് അല്ലേ, ഇതെന്തായാലും വരില്ല, കാരണം വെറും 2 ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ തനേജ അല്ല. ഇനി 85-ൽ നിന്നും 92-ലേക്ക്. ഓക്കെ, 85 100 എത്രയാണ്, 85-ൽ നിന്നും 92-ലേക്ക് എത്രയാണ് കൂടിയിരിക്കുന്നത് അല്ലേ, അപ്രോക്സിമേറ്റ് അല്ല, 7 ആണ് കൂടിയിരിക്കുന്നത് അല്ലേ, 7 ആണ് കൂടിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ 85 എന്ന് പറഞ്ഞത് 100% ആയിട്ട് എടുക്കുവാണെങ്കിൽ 10% എന്ത് വരും, 8.5 അല്ലേ, അപ്രോക്സിമേറ്റ്ലി 8.5 വരും അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ ലെസ് ദാൻ 10% ആണ് ഇൻക്രീസ് അല്ലേ, നമുക്കിവിടെ 7 ആണ് ഇൻക്രീസ്, 10% എന്ന് പറഞ്ഞാൽ 8.5 ആണ്, അപ്പോൾ ലെസ് ദാൻ 10% ആണ് ഇൻക്രീസ് എന്ന് വിചാരിക്കാം. ഇനി ഇവിടെ നോക്കിയാൽ 85-ൽ നിന്നും 97-ലേക്ക്, 85-ൽ നിന്നും 97-ലേക്ക് എത്ര ഇൻക്രീസ് ചെയ്തു, 12 ഇൻക്രീസ് ചെയ്തു അല്ലേ, 12 ഇൻക്രീസ് ചെയ്തു. ഇവിടെ നോക്കിയാൽ 10% എന്ന് പറഞ്ഞാൽ ഇവിടെയും 8.5 ആണ് അല്ലേ, 10% എന്ന് പറഞ്ഞാൽ 8.5 ആണ്, അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ 10% ആണ് ഇൻക്രീസ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 10% ആണ് ഇൻക്രീസ്. ഇനി അവിടെ നോക്കിയാൽ 78-ൽ നിന്നും 87-ലേക്ക് എത്രയാണ് ഇൻക്രീസ്, 9 ആണ് ഇൻക്രീസ്. ഓക്കെ, 9 ആണ് ഇൻക്രീസ്, പക്ഷേ 10% എന്താ, 7.8 ആണ്, അപ്രോക്സിമേറ്റ്ലി 8 ആണ്. ഓക്കെ, 10% എന്ന് പറഞ്ഞാൽ 7.8 ആണ്, അപ്പോൾ ഇവിടെ എന്താ, 9 ആണ് ഇൻക്രീസ്, ഇവിടെയും ഗ്രേറ്റർ ദാൻ 10%. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കുക, ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യാം, ലെസ് ദാൻ 10 ആണ്, ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഇവിടെ നോക്കിയേ, അപ്പോൾ ഇവിടെ ആകെ 2 ഓപ്ഷനേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിനേഷനിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ടൈം അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഓപ്ഷനേ ബാക്കിയുള്ളൂ, 85-ൽ നിന്നും 97, അതായത് ഡോക്ടർ കൽറ. ഇനി അടുത്ത് 78-ൽ നിന്നും 87-ലേക്ക്, അതാരാ, മിസ്റ്റർ സക്സേന. ഓക്കെ, രണ്ടും ഗ്രേറ്റർ ദാൻ 10% ആണ്. അവരിൽ ആരാണ് വലുതെന്ന് നോക്കാം. ഇനി ഇവിടെ നോക്കിയേ, 78 100% ആണ്. ഓക്കെ, 7.8 എന്താണ്, 10% ആണ്. ഓക്കെ, അപ്പോൾ 0.78 എന്തായി, 1%. ഇവിടെ ഇൻക്രീസ് എത്രയാണ്, ഇവിടെ ഇൻക്രീസ് എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ഇൻക്രീസ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നോക്കിയേ, അപ്രോക്സിമേറ്റ്ലി ഇവിടെ ഒരു 7.8 നമുക്ക് 8 ആയിട്ട് എടുക്കാം, 10% ആണ് 8, ഇത് 1 ആയിട്ട് എടുക്കാം, 1% ആണ് 0.78. അപ്രോക്സിമേറ്റ്ലി
11-12% ആണ് ഇവിടെ ഇൻക്രീസ് വരുന്നത്. 11-12% ആണ് ഇവിടെ ഇൻക്രീസ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് എന്താണ് വലുതായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. ഇനി അടുത്ത് നോക്കിയേ, $85-97 ആണ്. ഇവിടെ 85 ആണ് 100% എടുക്കുക. 8.5 എന്ത് കിട്ടി? 10%. 0.85 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1%. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻക്രീസ് ആയിരിക്കുന്നത് 12 ആണ്. ഇവിടെ ഇൻക്രീസ് ആയിരിക്കുന്നത് 12 ആണ്. 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 10% കഴിഞ്ഞു 8.5. ഈ 1% 0.85 ആണ്, അപ്രോക്സിമേറ്റ്ലി 1 എന്ന് എടുക്കുക. അപ്പോൾ 8.5 എത്ര കൂടണം? മിനിമം 3 കൂടണം അല്ലേ? 3 കൂടണം. അപ്പോൾ എന്തായി? ഇവിടെ 12% ആണ് ഇൻക്രീസ്, അല്ലെങ്കിൽ >13% ആണ് ഇൻക്രീസ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്ത് നോക്കാം, അല്ലാതെയും ചെയ്ത് നോക്കാം. ഇപ്പോൾ 12 ഡിവൈഡഡ് ബൈ 85 ഇൻറ്റു 100 ചെയ്താലും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 13 മേലെ കിട്ടും. 9 ഡിവൈഡഡ് ബൈ 78 ഇൻറ്റു 100 എന്ന് ചെയ്താലും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 12%-ൻ്റെ ഒക്കെ അടുത്ത് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഇൻക്രീസ് കൂടുതൽ വരുന്നത് 13% ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മളൊരു സാധാരണ ഇപ്പോൾ CHSL ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാണ്, എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യേണ്ടത്? ഈ മെത്തേഡ് വെച്ചിട്ട് നോക്കിയേ, ഇവിടെ എത്ര ശതമാനം ഇൻക്രീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിസ്സസ് തനേജ 90-100 2 വരുന്നുള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, മിസ്റ്റർ ജോഷി 85-92, അതായത് 7 ഇൻക്രീസ് ആണ്. ഓക്കെ, 8.5 85-92 ആണ്. 100% 85 ആണ്. 10% എന്ന് പറഞ്ഞാൽ 8.5 ആണ്. അപ്പോൾ ഇവിടെ എന്താ? ലെസ് ദാൻ 10%. ഇവിടെ നോക്കാം. അടുത്ത് ഡോക്ടർ കൽറ നോക്കിയേ, 100% എന്ന് പറഞ്ഞാൽ 85 ആണ്. 85-97 12 ആണ് ഇൻക്രീസ്. സോ 10% 8.5. ഓക്കെ, അപ്പോൾ 1% 0.85, അതായത് 1 എടുക്കുക. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 13% ഇൻക്രീസ്. അതേപോലെ മിസ്റ്റർ സക്സേന നോക്കിയാൽ, മിസ്റ്റർ സക്സേന ഇവിടെ എന്ത് കിട്ടും? 78-87. ഓക്കെ, 9 ആണ് ഇൻക്രീസ്. ഇനി 10% എന്ന് പറഞ്ഞാൽ എന്താണ്? 7.8 ആണ്. ഓക്കെ, അപ്പോൾ 9 എന്ന് വരുമ്പോഴേക്കും 7.8-ൽ നിന്നും 9-ലേക്ക് എത്ര ദൂരം? അപ്രോക്സിമേറ്റ്ലി 1%-ലേക്ക് ദൂരമുള്ളൂ. അപ്പോൾ 11-12% അപ്രോക്സിമേറ്റ് ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉത്തരം? ഡോക്ടർ കൽറയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഡോക്ടർ കൽറ. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻ ദ ഗിവൺ ഫിഗർ BC ഇസ് എ കോഡ്. ഓക്കെ, ഇൻ ദ ഗിവൺ ഫിഗർ BC ഇസ് എ കോഡ്. ഓക്കെ, ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. BC ഒരു കോഡാണ്. ആൻഡ് CD ഇസ് എ ടാൻജൻറ്റ് ത്രൂ ദ പോയിന്റ് C. And CD is a tangent through the point D. Sorry, CD is a tangent through the point C. Okay അല്ലേ? If angle AOC, O center ആണ്, AOC, angle AOC എന്ന് പറയുന്നത് 118 ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് 118 ആണ്. ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ 118 ആണ്. Then find angle ACD. അങ്ങനെയാണെങ്കിൽ ACD എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് 2 രീതിയിൽ ചെയ്യാം. ഇതിവിടെ ജോയിൻ ചെയ്താൽ, ഓക്കെ, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോഡ്. ഇവിടെ കോഡ് AC ആണ്. അറ്റ് ദി സെൻറ്റർ ഈസ് ട്വൈസ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി കോഡ് ഓൺ എനി പോയിന്റ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? ഇതിൻ്റെ പകുതി ആയിരിക്കും. എന്ത് കിട്ടി? 59. ഓക്കെ, 59. ആ പ്രോപ്പർട്ടി ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു സർക്കിളാണെന്ന് വിചാരിക്കാം. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു സർക്കിളാണെന്ന് വിചാരിക്കാം. ഇതൊരു കോഡ് AB ആണെന്ന് വിചാരിക്കാം. സെൻറ്ററിൽ ഒരു ആംഗിൾ സബ്റ്റൻഡ് ചെയ്തു. ഓക്കെ, ഇനി അത് ഏതെങ്കിലും ഒരു പോയിന്റിലും സബ്റ്റൻഡ് ചെയ്തു ഈ കോഡ്. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ട്വൈസ് ആയിരിക്കും 2 തീറ്റ. ഓക്കെ, ഇതാണ് ആ പ്രോപ്പർട്ടി. ഓക്കെ, സെൻറ്ററിൽ 2 തീറ്റ, എനി പോയിന്റ് ഓൺ ദി സർക്കിൾ ആണെങ്കിൽ തീറ്റ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് തിയറം അനുസരിച്ച് ഈ ആംഗിൾ 59 ആണെങ്കിൽ ഈ ആംഗിൾ 59 ആയിരിക്കും. ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് തിയറം. ഓക്കെ, നിങ്ങൾ പഠിച്ചു വെക്കുക. ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് തിയറം, ഈ ആംഗിൾ 59 ആണെങ്കിൽ ഈ ആംഗിൾ 59 ആയിരിക്കും. സോ ആൻസർ 59. ഇനി വേറെ രീതിയിലും ചെയ്യാം. ഇവിടെ നോക്കിയേ, ട്രയാങ്കിൾ AOC നോക്കുക. ട്രയാങ്കിൾ AOC നോക്കുക.
ഇവിടെ എ ഒ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ഒ സി എന്ന് പറഞ്ഞാലും റേഡിയസ് ആണ്. അപ്പോൾ എന്തായി? ഐസോസിലസ് ട്രയാങ്കിളായി. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ? ഓക്കെ, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, എ ഒ ഈക്വലായി, ഒ സി ഈക്വലായി, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് 118 ആണെങ്കിൽ ഇത് എത്ര വരും? 31 വരും. ഓക്കെ, രണ്ട് ആംഗിളും 31 വരും. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് 180 ആണ് ഒരു ട്രയാങ്കിളിൻ്റെ സമ്മ്. ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 180 ആണ്. ആംഗിളിൻ്റെ സം 180 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 59 കിട്ടിയാൽ നമുക്കറിയാം ടാൻജൻറ്റും റേഡിയസും എത്രയാണ് ഫോം ചെയ്യുന്ന ആംഗിൾ? ഇവിടെ വരയ്ക്കാം. ടാൻജൻറ്റും റേഡിയസും ഫോം ചെയ്യുന്ന ആംഗിൾ 90 ആണ്. ഓക്കെ, പ്രോപ്പർട്ടി അനുസരിച്ച് ടാൻജൻറ്റും റേഡിയസും ഫോം ചെയ്യുന്ന ആംഗിൾ 90 ആണ്. അപ്പോൾ ഇത് എത്ര കിട്ടി? 31 കിട്ടി അല്ലേ? ഇത് രണ്ടും 31 ആണ്. അപ്പോൾ ഈ ബാക്കിയുള്ള റിമൈനിങ് ആംഗിൾ എത്രയായിരിക്കും? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 59 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ 59. ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ആ 12 ഒക്ടോബറിൽ ഷിഫ്റ്റ് 1-ൽ ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമുള്ള ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ എന്തായാലും CGL CHS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക. CGL ആയാലും CHS ആയാലും MTS ആയാലും. ഓക്കെ, പ്രീവിയസ് ഇയർ സോൾവ് ചെയ്താലാണ് നമുക്ക് ആ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റുക. SSCയുടെ വർഷങ്ങളായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ TCS ഒക്കെയാണ് എക്സാം നടത്തുന്നത്, എന്നാലും അവരുടെ പാറ്റേൺ മാറാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടും, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്ന ബേസിക് ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസോ തെറ്റോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, നമ്മളപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ്, ഇനി അടുത്ത വീഡിയോ കാണണമെങ്കിൽ, അടുത്ത നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ദിസ് ഈസ് അർജുൻ ഫ്രം സക്സസ് അക്കാഡമി. ബൈ.